കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ വർദ്ധിച്ച കാർഷിക പുരോഗതിയാണ് എങ്ങും ദൃശ്യമാകുന്നത്. പ്രളയവും തുടർന്നു വന്ന കോവിഡ് ദുരിതവുമൊക്കെ മലയാളിയെ ജൈവകൃഷിയോട് കൂടുതൽ അടുപ്പിച്ചു നിർത്തിയെന്നു വേണം പറയാൻ. ഇന്ന് സംസ്ഥാനത്തുടനീളം കാണുന്ന സസ്യഫല വർധനവും ഇതിനുദാഹരണമാണ്. സ്ഥലപരിമിതിയുള്ളവർ പോലും ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലും മറ്റും അവരവരുടെ വീട്ടാവശ്യങ്ങൾക്കാവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സ്വയം ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന മുരളീധരൻ കോവിഡ് കാലത്താണ് പോലീസിൽ നിന്നും വിരമിച്ചത്. വീടിനു പുറത്തിറങ്ങാൻ കഴിയാതിരുന്നതിനാൽ സമയം ചെലവഴിക്കാൻ വേണ്ടി വീടിന്റെ പരിസരത്ത് കൃഷി ആരംഭിച്ചു. ജൈവ കൃഷിയിടത്തിൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപാദനം ചെയ്യുന്ന കൃഷിക്കാരനാണ് ഇന്ന് മുരളീധരൻ. കാർഷിക വൃത്തിയെ കൂടുതൽ അറിയുവാനായി മുരളീധരൻ കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടു. KVKയുടെ ക്ലാസുകളിലൂടെ മുരളീധരനു കിട്ടിയ വിജ്ഞാനവും കൃഷിക്കാവശ്യമായ വിത്തും വളവും ചെടിച്ചട്ടികളുമെല്ലാം മട്ടുപ്പാവ് കൃഷിക്ക് പ്രേരണയായി. സ്ഥലപരിമിതിയുള്ളവർക്ക് മുരളീധരന്റെ ഈ ചെടിച്ചട്ടി കൃഷി മാതൃകയാക്കാവുന്നതാണ്. ഇവിടെ താമസമാക്കി വന്ന സമയത്താണ് നമ്മുടെ കോവിഡ് നമ്മുടെ സംസ്ഥാനത്തെ നല്ല രീതിയിൽ ബാധിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അന്നാണ് ഈ കൃഷി ചെയ്യാവുന്നുള്ള. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതിനൊരു പ്രോത്സാഹനം ഉണ്ടായി. എല്ലാവരും വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് അങ്ങനെ തുടങ്ങിയതാണ്. അത് തറയിലാണ് കൃഷി ആദ്യം ചെയ്തിരുന്നത്. പിന്നീട് KVK സ്ഥാപനത്തിൽ മിത്രാനിധിയിലുള്ള KVKയുമായി ബന്ധപ്പെട്ട് അവർ തന്ന ക്ലാസ്സും അവർ ഞങ്ങൾക്ക് തന്ന വിത്തും വളവും ചെടിച്ചട്ടിയും ഉപയോഗിച്ചാണ് ഈ ചെടിച്ചട്ടി കൃഷിയിലേക്ക് തിരിയുന്നത്. അതിൻ്റെ ഗുണം അധികം ഈ മണ്ണിൽ നിന്നുമുള്ള ബാക്ടീരിയാസും മറ്റ് കീടാണുക്കളും ഈ പച്ചക്കറിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഈ ചെടിച്ചട്ടി കൃഷിയും അതും മട്ടുപ്പാവിലേക്ക് മാറ്റിയപ്പോൾ അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കൃഷി നല്ല ആദായകരമായി തന്നെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകും. കച്ചവടത്തിനല്ല, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ തന്നെ ഇത് വിളവെടുത്ത് കൊടുക്കുകയാണ് പതിവ്. നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. മറ്റ് പച്ചക്കറിയിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോൾ വരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ആ വീട്ടാവശ്യത്തിനുള്ള കറിയും മറ്റ് അവിയൽ പോലുള്ള മറ്റു സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് കഴിയുന്നുണ്ട്. എല്ലാം ഈ ചീര ഇപ്പം ഇനി ചീരയുടെ സീസണാണ്. മട്ടുപ്പാവ് മുഴുവനും ചീര ചെയ്താലും കൊള്ളാവുന്നുണ്ട്. കാരണം നല്ല സൺലൈറ്റ് കിട്ടും. ചീരയ്ക്ക് അത്യാവശ്യം വേണ്ട സൺലൈറ്റ് ഇവിടെ ലഭ്യമാകുന്നുണ്ട്. നല്ല തരത്തിൽ ചീര കിട്ടും. എനിക്ക് തോന്നുന്നു ഓരോ സീസണിലും ഓരോ വിളവിലേക്ക് മാറണമെങ്കിൽ നല്ല വിളവ് കിട്ടുന്ന രീതിയിലേക്ക് പോകും. ഇവിടെ തന്നെ പച്ചമുളക്, വെണ്ട, ചീര ഇതൊക്കെ നല്ല രീതിയിൽ ആദ്യമായിട്ടാണ് ഈ പൊന്നാങ്കണ്ണി ചീര പരിചയപ്പെടുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അത് വളരെ നന്നായി വിളവുണ്ടാകുന്നുണ്ട്. അമ്ലത ഒഴിവാക്കിയ മണ്ണിൽ പോഷക മൂലകങ്ങൾ ചേർത്ത് നടിയിൽ മിശ്രിതമുള്ളതുകൊണ്ടാണ് കൃഷി വിജയകരമായത്. ചെടിച്ചട്ടിയിൽ ചെടി ബലമായി കുത്തനെ നിൽക്കുവാനും ഈ മിശ്രിതം സഹായിക്കുന്നു. ഉണക്കിപ്പൊടിച്ച ചാണകം, ചകിരിച്ചോറ്,
നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ് എന്നിവയാണ് പ്രധാന ചേരുവകൾ. ഇവ തുല്യ അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത മിശ്രിതമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. മുരളീധരന്റെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരം പച്ചക്കറികളും ഈ മട്ടുപ്പാവ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞുള്ളവ അയൽക്കാർക്കും കൊടുക്കാൻ കഴിയുന്നുണ്ട്. വൈവിധ്യമാർന്ന പച്ചക്കറികളാണ് മുരളീധരൻ മട്ടുപ്പാവിൽ നട്ടുനനയ്ക്കുന്നത്. പച്ചമുളകിന്റെ തന്നെ വിവിധ ഇനങ്ങളുണ്ട്. തക്കാളിയുടെ വേറിട്ട ഇനങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഒട്ടുമുക്കാലും ചെടിച്ചട്ടിയിൽ തന്നെയാണ് വളർത്തുന്നത്. കീടനിയന്ത്രണത്തിനായി കൃത്യമായ പരിശോധനയുമുണ്ട്. കൃഷിയിൽ സഹായത്തിനായി ചില ദിവസങ്ങളിൽ ഭാര്യ ലേഖയും ഒപ്പം കൂടാറുണ്ട്. സംഘടനാ പ്രവർത്തനവും സർക്കാർ ജോലിയും കാരണം അധിക സമയം കിട്ടാറില്ല. എങ്കിലും ഒഴിവ് കിട്ടുന്ന വേളകളിൽ വിളവെടുക്കാനും കളകൾ പറിച്ചു മാറ്റാനും സഹായിക്കാറുണ്ട്. കൃഷി വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം ജോലിയും കുറച്ച് സംഘടന പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൃഷിയിൽ അധികം സഹായിക്കാൻ കഴിയാറില്ല. പക്ഷേ ഹസ്ബൻഡ് പുറത്തേക്ക് എവിടെയും പോവുകയാണെങ്കിൽ അന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഹസ്ബൻഡിനെ സഹായിക്കാനുള്ള താല്പര്യമുണ്ട്, ചെയ്യാറുമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ വേസ്റ്റ് നമുക്ക് ഈ കൃഷിയിടത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പച്ചക്കറി വാങ്ങിയിട്ട് കുറേ നാളുകളായി. നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഈ കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് എല്ലാ വീട്ടിലും സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി തുടങ്ങുക, എല്ലാവരെയും അതിന് സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യത്തും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതിയിലേക്ക് തിരിഞ്ഞത്. എല്ലാം വിഷരഹിത പച്ചക്കറി എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയിലൂടെ ഗവൺമെൻറ് നൽകുന്ന സഹായങ്ങൾ കൃഷിഭവനിലൂടെയും അതുപോലെ തന്നെ നമുക്ക് വെള്ളനാട് KVK സ്ഥാപനം അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി ഭാവിയിൽ പെൻഷനൊക്കെ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് തന്നെ തിരിയണമെന്ന് നല്ല താല്പര്യമുണ്ട്. കാരണം വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൃഷി ചെയ്യുന്നതിന് നല്ല താല്പര്യമാണ്. ഇപ്പോൾ വലുതായിട്ട് സഹായിക്കാൻ കഴിയുന്നില്ല എങ്കിലും വലിയ താല്പര്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ചെയ്ത് കൊണ്ട് നമുക്ക് ചീരയൊക്കെ അതുപോലെ തോരത്തിനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ രാവിലെ ഇവിടെ വന്ന് നിന്ന് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. ഏതു കാലാവസ്ഥയിലും പച്ചക്കറി കൃഷി ചെയ്യാവുന്ന സംവിധാനമാണ് മഴമറ അഥവാ റെയിൻ ഷെൽട്ടർ. KVKയുടെ സഹായത്തോടെ ഒരു മഴമറയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നു. എല്ലാത്തരം പച്ചക്കറി തൈകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലാ കാലത്തും ഒരേപോലെ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്ന രീതിയിലാണ് മഴമറ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വീടിന്റെ മുറ്റത്തും മട്ടുപ്പാവിലുമായി 2 മഴമറയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഭക്ഷ്യ തൊഴിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയും ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പാക്കാനും പോഷകക്കുറവ് നികത്തുന്നതിനും വേണ്ടി ICAR കൃഷി വിജ്ഞാന കേന്ദ്രം പല പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. അതിനുവേണ്ടി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വസിക്കുന്ന പിന്നാക്ക സമുദായക്കാരെ കണ്ടെത്തി അവർക്കു വേണ്ടുന്ന പഠന ക്ലാസ് നടത്തുന്നു. വിത്ത്, തൈകൾ, വളം, ചെടിച്ചട്ടികൾ എന്നിവ നൽകി വരുന്നു. സസ്യങ്ങൾക്കുണ്ടാകുന്ന അസുഖത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ജൈവരീതിയിൽ തന്നെ പരിഹാരം കണ്ടെത്തി പരിഹരിച്ചു കൊടുക്കുന്നുമുണ്ട് KVK. 2024-25 SCSP പ്ലാനിൽ ഒരു ഭാഗമായിട്ട് പോഷകാഹാരത്തോട്ടം ഓരോ വീടുകളിലും പോഷകാഹാരത്തോട്ടം ഊർജിതപ്പെടുത്തുന്നതിലും സുരക്ഷിതമായ ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഓരോ കുടുംബങ്ങൾക്കും വേണം എന്നുള്ള രീതിയിൽ നമ്മൾ കഴക്കൂട്ടത്തിൽ
ഈ ഭാഗത്തിൽ നമ്മൾ 25 ഫാമിലീസ് ഓരോ വർഷം വീതം, അങ്ങനെ 2024 25 ഫാമിലീസും 2025 25 ഫാമിലീസും നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. അവർക്ക് ആവശ്യമായ വിത്ത്, തൈകൾ, വളങ്ങൾ, പിന്നെ പച്ചക്കറികൾ എങ്ങനെ നടണം എന്നുള്ള രീതിയിലായിട്ടുള്ള നല്ല ക്ലാസ്സുകളൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീടുകളിലേക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷി നല്ല രീതിയിലൊന്ന് മെച്ചപ്പെടുത്തുകയും പുതിയതായിട്ടുള്ള ആൾക്കാർ പുതിയതായിട്ടുള്ള വീടുകളിൽ ആവശ്യമുള്ള പച്ചക്കറികൾ അവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത് ഒരു 2 വർഷം നമ്മൾ കഴിഞ്ഞു നോക്കുമ്പം അവർ തന്നെ സ്വയമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും അവരിൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ള പച്ചക്കറികൾ അവരെ വീടുകളിൽ തന്നെ വിളവിച്ചെടുക്കുകയും അത് ഉപയോഗിക്കുകയും കൂടുതൽ വരുന്നത് അവർ അടുത്ത വീടുകൾക്കും പിന്നെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. കോഴി വളർത്തലിൽ സുസ്ഥിര സാങ്കേതിക വിദ്യാ പരിചയം ആര്യയ്ക്ക് KVKയിൽ നിന്ന് ലഭിച്ചു. കേരളത്തിലെ മാറിയ ഭക്ഷ്യരീതിയിൽ കോഴിമുട്ടയുടെയും ഇറച്ചിയുടെയും പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് KVKയുടെ ക്ലാസ്സിൽ നിന്ന് ആര്യ മനസ്സിലാക്കി. കുറഞ്ഞ മുതൽ മുടക്കുള്ള വീട്ടുമുറ്റത്തെ കോഴി വളർത്തലിനെക്കുറിച്ച് ആര്യ പഠിച്ചു. വ്യാവസായിക രീതിയിൽ 50 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനാവശ്യമായ കൂടും കുഞ്ഞുങ്ങളെയും KVKയിൽ നിന്ന് ലഭിച്ചു. ഇപ്പോൾ ദിവസേന 30-ൽ പരം മുട്ടകൾ ലഭിക്കുന്നുണ്ട്. മുട്ട കിട്ടുന്നതിനനുസരിച്ച് വിറ്റുപോകുന്നുമുണ്ട്. 2 തരത്തിലുള്ള മുരിങ്ങ മരമാണ് ആര്യയുടെ പറമ്പിൽ കാണാൻ കഴിയുന്നത്. വളരെ നീളം കൂടിയ മുരിങ്ങക്കയും സാധാരണ കണ്ടുവരുന്ന ഇനവും. നിറയെ കായ്ച്ചു നിൽക്കുന്ന പ്ലാവും മറ്റു ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ മൂല്യമറിഞ്ഞ് അവ സംരക്ഷിക്കുന്ന കർഷകനാണ് അനിരുദ്ധൻ. ചെറുപ്പകാലത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ചോളവും പച്ചക്കറികളും കൃഷി ചെയ്യുമായിരുന്നു. അനിരുദ്ധന് ജയിലിൽ ജോലി കിട്ടി. ജയിലിൽ ഏക്കറോളം വരുന്ന കാടുപിടിച്ചു കിടന്ന സ്ഥലം തടവുകാരെ കൊണ്ട് വൃത്തിയാക്കിച്ചു അനിരുദ്ധൻ. തടം പിടിച്ച് മണ്ണൊരുക്കി ചീരവിത്ത് വിതച്ചു. ചീര മുളച്ചു. മാറ്റി നട്ട് പരിപാലിച്ചു. അനിരുദ്ധൻ തടവുകാർക്ക് നേതൃത്വം കൊടുത്തു. ജയിലിലെ പുരയിടത്തിൽ പച്ചക്കറികളും 1000-ൽ പരം വാഴകളും നട്ടു. ജയിലിൽ നിന്നും വിരമിച്ച ശേഷം വീട്ടിൽ കൃഷി തുടരുന്നു അനിരുദ്ധൻ. KVKയുടെ സഹായത്തോടെ പോഷകത്തോട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിനാവശ്യമായ പച്ചക്കറി തൈകളും വിത്തും വളവും കിട്ടി. കാർഷിക മേഖലയിലെ നൂതന പദ്ധതികളെക്കുറിച്ചും ശാസ്ത്രീയ കൃഷിമുറകളെക്കുറിച്ചും KVKയിൽ നിന്നും മനസ്സിലാക്കി. പെൻഷൻ പറ്റി വന്നതിന് ശേഷം വീട്ടിൽ ഇതേപോലെ വീണ്ടും പുതിയ വീട് വെച്ച് മാറി അവിടെ ചെറിയ ചെറിയ കൃഷികൾ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് KVKയിൽ നിന്നും കൃഷി ചെയ്യേണ്ട രീതികളും അതിന് വേണ്ട പ്രോത്സാഹനവും വിത്തും തൈകളും തന്നു ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു കൃഷി ചെയ്തു. അതിൻ്റെ ഫലം ഞങ്ങൾക്ക് പുറത്ത് പച്ചക്കറി മിക്കാറുള്ളത് വാങ്ങണ്ട, അതെല്ലാം ഓരോന്നോരോന്നായിട്ട് നടും. ഒന്ന് തീരുമ്പോൾ അതിൻ്റെ വേറൊന്ന് നടും. അങ്ങനെ നട്ടുകെട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി മനുഷ്യന് ഏറ്റവും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വെച്ചാൽ എന്നും ചെടിയിൽ ചെന്ന് നോക്കുമ്പോൾ അത് പൂക്കുന്നതും കായ്ക്കുന്നതും മാനസികമായി ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. അങ്ങനെ ആരംഭിച്ചാണ് ഇപ്പം KVKയുടെ വിത്തും മറ്റുള്ള സഹായത്തിൽ തന്ന 50 ചെടിച്ചട്ടികൾ അതിൽ നിറച്ച് കൃഷി, അത് തികയാത്തോണ്ട് ചാക്കിലും കുപ്പിയിലും ഒക്കെ വെച്ചും ഞാൻ കൃഷി തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം പെൻഷനായി മാനസിക നില തെറ്റിപ്പോകാതെ ഇരിക്കണം. അപ്പൊ അതിന് സമയമുണ്ട്. വീട്ടിലുള്ള ഭാര്യ,
ജോലിക്ക് പോകും. ചെറു കുട്ടിയുള്ളതും മോളും ഒക്കെ പുറത്തു പോകും. പിന്നെ ഞാൻ മാത്രമാണുള്ളത്. അപ്പൊ എനിക്ക് മാനസിക സന്തോഷം നൽകുന്ന ഏറ്റവും നല്ലൊരു ഇതാണ് കൃഷി. ഒരു സാധാരണ കൃഷിക്കാരൻ എന്നതിലപ്പുറം കാർഷികപരമായ ഗവേഷണ തൽപരതയും അനിരുദ്ധനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തന്റെ കൃഷിയിടത്തിൽ പരിപാലിച്ചത്. കോഴികൾക്ക് കൂട് തുറക്കാതെ തീറ്റ കൊടുക്കുന്ന രീതി, ജലസംവിധാനം എന്നിവ നടപ്പിലാക്കി അനിരുദ്ധൻ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം ആവും. എനിക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റില്ല. എന്നാൽ എന്നാൽ കഴിവുള്ള സഹായം ഞാൻ ഹസ്ബൻഡിന് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ കൊച്ചുമോനും. ഈ കൊച്ചു തലമുറകൾക്ക് ഇതൊരു പ്രോത്സാഹനമായി ഇനി അത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന അനുകൂലമായ കാലാവസ്ഥയും ജലലഭ്യതയും നമുക്കുണ്ട്. അവ പ്രയോജനപ്പെടുത്തി ശാസ്ത്രീയ കൃഷിരീതികൾ അവലംബിച്ച് ഇവിടെ കൃഷി ചെയ്യുന്നവർക്ക് ഭദ്രതയുള്ള ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനാകും. കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് ഹ്രസ്വകാല പരിശീലനം നൽകി അവർക്കു വേണ്ടുന്ന കൃഷി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvm@gmail.com.